നമസ്കാരം. പെരിയാറിൻ്റെ തീരത്തെ ഒരു ചെറുപട്ടണമാണ് ചെങ്ങമനാട്. ഇന്ന് നമുക്ക് എൻ്റെ പഞ്ചായത്തിൽ ചെങ്ങമനാടിൻ്റെ വിശേഷങ്ങൾ നോക്കാം. സ്വാഗതം, എൻ്റെ പഞ്ചായത്ത് ചെങ്ങമനാട്. എറണാകുളം ജില്ലയിലെ പാറക്കടവ് ബ്ലോക്കിലെ ഒരു പ്രകൃതി രമണീയമായ പഞ്ചായത്താണ് ചെങ്ങമനാട്. വടക്ക് നെടുമ്പാശ്ശേരി പഞ്ചായത്ത്, കിഴക്ക് ശ്രീമൂലനഗരം പഞ്ചായത്ത്, അങ്കമാലി മുനിസിപ്പാലിറ്റി, പടിഞ്ഞാറ് നെടുമ്പാശ്ശേരി പഞ്ചായത്ത്, ആലുവ മുനിസിപ്പാലിറ്റി, തെക്ക് ആലുവ മുനിസിപ്പാലിറ്റി എന്നിവയാണ് ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ അതിരുകൾ. പ്രസിദ്ധമായ ആലുവ ശിവരാത്രി മണപ്പുറം ഈ പഞ്ചായത്തിൻ്റെ തെക്കുഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. പഴയ തിരുവിതാംകൂറിൻ്റെ അതിരുകളിൽ രൂപം കൊണ്ട പഞ്ചായത്തുകളിൽ ഒന്നായ ചെങ്ങമനാട് 1954 രൂപം കൊള്ളുമ്പോൾ ഇന്നത്തെ നെടുമ്പാശ്ശേരി ചെങ്ങമനാടിൻ്റെ ഭാഗമായിരുന്നു. AD 1090 മുതൽ 1102 വരെ കുലശേഖര ചക്രവർത്തിമാരുടെ അധികാരത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശം. ഭരണ സൗകര്യത്തിനായി ഈ നാട്ടുരാജ്യത്തിനെ പല പ്രവിശ്യകളായി തിരിച്ചിരുന്നു. അതിൽ കാൽക്കരനാടിൽ പെട്ട സ്ഥലമായിരുന്നു ചെങ്ങമനാട്. ചെങ്ങമനാടിൻ്റെ പ്രധാന ജീവിതോപാധി കൃഷിയാണ്. എന്നാൽ പിന്നീട് ഈ പഞ്ചായത്ത് വളരെ പെട്ടെന്ന് ഒരു വ്യാവസായിക മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഈ ഭാഗത്ത് വളരെയധികം കണ്ടുവരുന്ന കളിമണ്ണ് ഉപയോഗിച്ച് ഓട് നിർമ്മിക്കുന്ന രീതിയാണിത്. ധാരാളം സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. പ്രത്യക്ഷമായും പരോക്ഷമായും ഒട്ടനവധി ആളുകൾ ഈ വ്യവസായവുമായി സഹകരിക്കുന്നു. മുൻകാലത്ത് ഇവിടെ ധാരാളം ഇഷ്ടിക നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു. ഇന്നതെല്ലാം ഇല്ലാതായി. നിലവിൽ UDF ആണ് ചെങ്ങമനാടിൻ്റെ ഭരണം കൈയാളുന്നത്. ജയ മുരളീധരനാണ് പ്രസിഡന്റ്. പഞ്ചായത്തിന് തനതായ ഫണ്ടില്ലാത്തത് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചതായി പ്രസിഡന്റ് ജയ മുരളീധരൻ പറഞ്ഞു. നമ്മുടെ പ്രദേശങ്ങളിലുള്ള റോഡുകളുടെ കാര്യം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ജലജീവൻ മിഷൻ്റെ റോഡുകൾ കുഴിച്ച് ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്കതിൽ വേണ്ട രീതിയിൽ എല്ലാ റോഡുകളും പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. നമ്മൾ മന്ത്രിതലത്തിൽ വരെ അതിനുള്ള പരാതികൾ കൊടുത്തുവെങ്കിലും അതിന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അതിനൊരു മറുപടി കിട്ടാത്തതുകൊണ്ടും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ വച്ചിട്ട് പരമാവധി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ജലജീവൻ മിഷൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ കുറച്ച് ഭാഗത്തെല്ലാം നമുക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ സാധിച്ചു എങ്കിലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഇനി തുടർ ഭരണസമിതിയുടെ കാലത്ത് പൂർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ കൂടുതൽ ഫണ്ട് അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ റോഡുകൾ മുഴുവനായും മെയിൻ്റനൻസ് നടത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം 200-ൽ പരം വീടുകൾ നൽകാൻ സാധിച്ചു. കാർഷിക പഞ്ചായത്തായ ചെങ്ങമനാടിന് ജൈവകൃഷിയിൽ പ്രോത്സാഹനം നൽകാൻ സാധിച്ചു. ആരോഗ്യരംഗത്ത് മികച്ച ഇടപെടൽ നടത്തി. ഫണ്ട് കുറവെങ്കിലും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിഞ്ഞു. ജയ മുരളീധരൻ പറഞ്ഞു. ഹോമിയോ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ NABHൻ്റെ അംഗീകാരത്തോടു കൂടി നമുക്ക് ആയുർവേദ ഡിസ്പെൻസറി പ്രവർത്തിക്കുന്നുണ്ട്. ഈ വരുന്ന 28-ാം തീയതി അതിൻ്റെ NABHൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് പഞ്ചായത്തിന് ലഭ്യമാകുന്നു. അത് ഏറ്റവും സന്തോഷകരമായൊരു വാർത്തയാണ്. നമ്മുടെ പ്രദേശത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ മരുന്നിന് വിലയുള്ള സമയത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി സാധാരണ ആളുകൾക്ക് ആയുർവേദ മരുന്നുകൾ കൊടുക്കാൻ സാധിക്കുകയും അവർക്ക് ചികിത്സ ഉൾപ്പെടെ പ്രസവരക്ഷ ഉൾപ്പെടെ വയോജന സൗഹൃദവുമാക്കാനുള്ള സാധ്യത നമുക്ക് കൂടുതലുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ലൈഫ് ഭവന പദ്ധതിക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് നമ്മുടെ പ്രദേശത്തുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതിയിൽ നമുക്ക് ഏതാണ്ട് 200-ത്തോളം വീടുകൾ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ള മുഴുവൻ പേരെയും ഈ ഭരണസമിതി പോകുന്നതിന് മുൻപ് ഭവന നിർമ്മാണം സാധ്യമാക്കി കൊടുക്കാമെന്നാണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയിലും കന്നുകുട്ടി പരിപാലനവും അതേപോലെ തന്നെ പോത്തുകുട്ടി വിതരണം, പശു പരിപാലനം എല്ലാ വിധത്തിലുള്ള കർഷകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ സബ്സിഡി സഹിതം കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിലുള്ള കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിനും കൃഷി വകുപ്പിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും ധാരാളം
ജൈവ കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നതിനും സാധിച്ചിട്ടുണ്ട്. സബ് സെൻറ്റർ നമ്മുടെ പഞ്ചായത്തിൽ 3 സബ് സെൻറ്ററുകളുടെ പണി പൂർത്തീകരിച്ചു. അത് മെയിൻ്റനൻസ് പൂർത്തീകരിച്ചു. അതുകൂടാതെ ഒരു പുതിയ എണ്ണത്തിന് അനുമതി കിട്ടി. പക്ഷെ നമുക്ക് നിലവിൽ ലഭ്യമായ സ്ഥലം പോരായ്ക വന്നതുകൊണ്ട് അത് ഒരു തുടർ പദ്ധതിക്കായി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ എന്നാൽ ജയ മുരളീധരന്റെ അവകാശവാദങ്ങളെ ഖണ്ഡിക്കുകയാണ് പ്രതിപക്ഷത്തെ CPM അംഗം. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീടുകളുടെ നിർമ്മാണം ഇനിയും പൂർത്തീകരിച്ചില്ലെന്ന് പ്രതിപക്ഷം പറയുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDFന്റെ ഒരു നിലപാട് BJPയുടെ അംഗസംഖ്യ കുറയ്ക്കണമെന്ന നിലയ്ക്കുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് 5 സീറ്റുള്ള BJP 4 സീറ്റായിട്ട് ചുരുങ്ങി. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ യഥാർത്ഥത്തിൽ നടപ്പാക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകളിലൂടെയാണെന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ പറയുമ്പോൾ ഗവൺമെൻറ് നടപ്പാക്കുന്ന പല പദ്ധതികളും ഈ പഞ്ചായത്തിൽ നടപ്പാക്കാനായിട്ട് വേണ്ടത്ര ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സത്യമാണ്. ഏറ്റവും അവസാനമായിട്ട് വന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതി ചെങ്ങനാട് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപിച്ചെങ്കിലും പല വാർഡുകളിലും ഇപ്പോഴും മാലിന്യം കെട്ടിക്കിടക്കുകയും വളരെ ശോചനീയ അവസ്ഥയാണ് നമുക്ക് നാട്ടുകാർക്കും ഈ പഞ്ചായത്തുകളിൽ സഞ്ചരിക്കുന്നവർക്ക് കാണാൻ കഴിയും. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും വളരെ തൃപ്തികരമല്ല. നമ്മുടെ പഞ്ചായത്തിലെ 18 വാർഡുകളിൽ ഏകദേശം 18 താഴെ 15ഓളം ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ രംഗത്ത് ഫലപ്രദമായി ഇടപെടുവാനും ഹരിതകർമ്മസേനയെ കൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുവാനായിട്ട് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ശോചനീയ അവസ്ഥയാണ്. ഗവൺമെൻറ് കൊണ്ടുവന്ന ലൈഫ് ഭവന പദ്ധതികളിൽ 247 പേര് നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരുന്നു. പക്ഷേ മുഴുവൻ പേർക്ക് ഇതേവരെയും വീട് നൽകാൻ അനുവദിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഭൂരഹിത ഭവനരഹിതര അത് ജനറൽ വിഭാഗത്തിൽ ഒരൊറ്റ ആൾക്ക് പോലും ഭൂമി കണ്ടെത്താനോ അവർക്ക് തുക കൊടുക്കാനോ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി തുക നീക്കി വെച്ചിട്ടില്ല. കഴിഞ്ഞത് SC വിഭാഗത്തിൽ മാത്രമാണ് ആ നേരത്തിൽ കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ലൈഫിൻ്റെ പദ്ധതി ഇപ്പോഴും പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. LDF ഗവൺമെൻറ് ഭരണസമിതിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള പ്രദേശത്ത് ഒരു മിനി സിവിൽ സ്റ്റേഷൻ തുടങ്ങണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അത് നടപ്പാക്കാനായിട്ട് ഈ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ NHനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ ആദ്യം അംഗനവാടി, അതിന് ശേഷം ജിമ്മ് ജില്ലാ പഞ്ചായത്തിൻ്റെ, പിന്നെ അവസാനമായിട്ട് വില്ലേജ് ഓഫീസിന് വേണ്ടി ഭൂമി വിട്ടുകൊടുക്കുക. അങ്ങനെ നല്ല തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് ഒരു ബഹുനില കെട്ടിടം പണിഞ്ഞ് അത് പഞ്ചായത്തിന് വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ വിവിധ അനുബന്ധ സ്ഥാപനങ്ങളെല്ലാം അവിടെ കൊണ്ടുവരികയാണെങ്കിൽ പഞ്ചായത്തിൽ കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് നടപ്പാക്കാൻ കഴിയുമായിരുന്നു. അത് നടപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത പല പദ്ധതികളും ചെങ്ങമനാട് പഞ്ചായത്തിൽ നടപ്പാക്കിയില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. പിന്നെ ഈ ഭരണസമിതിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടം സാമൂഹ്യനീതിയിലും വികസനത്തിലും ഒരു കാഴ്ചപ്പാടില്ല. ഒരു 18 വാർഡുകൾ ഒരേ രീതിയിലല്ല. ചില വാർഡുകൾ നന്നായിട്ട് വികസനങ്ങൾ നടന്ന വാർഡുകളുണ്ട്, ചില വാർഡ് വളരെ പിന്നോക്ക അവസ്ഥയുള്ള വാർഡുകളുണ്ട്. ഈ ഭരണസമിതി കാഴ്ചപ്പാട് എല്ലാ പഞ്ചായത്തിലേക്കും എല്ലാ പഞ്ചായത്തിൻ്റെ വാർഡുകളിലേക്കും തുക വിനിയോഗിക്കുമ്പോൾ തുല്യമായിട്ട് വിധിക്കുകയാണ്. ഉദാഹരണം, ഇപ്പം എൻ്റെ വാർഡിലിരിക്കുന്ന 14ാം വാർഡിൽ ശരിക്കും 100% പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും മാത്രമുള്ള ഒരു വാർഡാണ്. 2 കോളനിയുണ്ട്. SC ജനസംഖ്യ വളരെ കൂടുതലുള്ള വാർഡാണ്. ഈ പഞ്ചായത്തിൽ തന്നെ 2000ഓളം SC വിഭാഗക്കാരാണ് പറഞ്ഞത്. ചില വാർഡുകളിൽ SCക്കാർ വളരെ കുറവാണ്. പക്ഷേ വീട് മെയിൻ്റനൻസ് തുക അനുവദിക്കുമ്പോൾ എല്ലാ വാർഡുകൾക്കും ഒരാൾ വെച്ച് കൊടുക്കും. അപ്പോൾ ശരിക്കും 100ഓളം വീടുള്ള വാർഡിലും ഒരു SCക്ക് കിട്ടും. 5-6 കുടുംബമുള്ളവർക്കും ഒരു വീട് കിട്ടും. അപ്പോൾ 5 വർഷം കൊണ്ട് 5 വീട് മാത്രമുള്ളവർക്ക് വാർഡിൽ എല്ലാവർക്കും വീട് കൊടുത്തെന്ന് വരുത്താൻ കഴിയും. അതുതന്നെ എല്ലാ രംഗത്തും പ്രയോഗിക്കും.
റോഡ് മെയിൻ്റനൻസിൻ്റെ ഫണ്ട് ഇതുപോലെ തന്നെ തുല്യമായിട്ട് വീതിക്കുന്നു. അത് പിന്നോക്കമായിട്ട് നിൽക്കുന്ന ചില വാർഡുകളിലെ റോഡുകൾക്ക് വളരെ തടസ്സം നിൽക്കുന്നു. പൈസ തുക വേണ്ടാത്ത വാർഡുകളിലും ഇതുപോലെ തന്നെ ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പോഴേക്കും ആ റോഡ് കുത്തിപ്പൊളിച്ച് വീണ്ടും അതുകൊണ്ട് റോഡ് പണിയുന്നുണ്ട്. അപ്പോൾ ഒരു വികസന കാഴ്ചപ്പാടിൽ ഒരു സാമൂഹ്യനീതി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വികസന മുന്നേറ്റം നടത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് ചില വാർഡുകളിൽ നല്ല രീതിയിലുള്ള മുന്നോക്കമായിട്ട് പോയിട്ടുണ്ട്. ചില വാർഡുകൾ വളരെ പിന്നോക്കാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. പിന്നാക്ക ജനവിഭാഗങ്ങൾ ഏറെയുണ്ട് ചെങ്ങമനാട് പഞ്ചായത്തിൽ. വികസനവും ക്ഷേമവും പൂർണ്ണമായ അർത്ഥത്തിൽ പഞ്ചായത്തിൽ ഇനിയും എത്തേണ്ടതുണ്ട്. അതിനായുള്ള കർമ്മോത്സുകരായ ഭരണാധികാരികൾ ഇവിടെ നിന്നും ജയിച്ചു വരണം. ജനം തീരുമാനിക്കട്ടെ. പോർക്കളങ്ങൾ ഒരുങ്ങുകയാണ് ഇങ്ങു മധ്യ കേരളത്തിലും. മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ ചെങ്ങമനാടും കാത്തിരിക്കുന്നു മാറ്റങ്ങൾ അറിയാൻ, നാളെകൾ അറിയാൻ. മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ കാത്തിരിക്കൂ. നന്ദി, നമസ്കാരം.